കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റ അഭ്യൂഹങ്ങൾക്കിടെ ജോസ് കെ മാണി ഇന്ന് മാധ്യമങ്ങളെ കാണും. അല്പസമയത്തിനകം, അതായത് 11:30 കോട്ടയത്ത് കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കേരള കോൺഗ്രസ് എം ഉടൻ LDF വിടില്ല എന്ന് തന്നെയാണ് സൂചന. മന്ത്രി VN വാസവൻ ജോസ് കെ മാണിയുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. 11:30 നിർണായകമായ വാർത്താ സമ്മേളനം. ജോസ് കെ മാണി LDF വിടുമോ, UDFിലേക്ക് കേരള കോൺഗ്രസ് എം മടങ്ങിവരവ് നടത്തുമോ എന്നൊക്കെയാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അതിനിടെ CPMന്റെ മറുതന്ത്രവും നടത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് മുൻപാകെ വെച്ചു. അതുകൊണ്ട് തന്നെ നിർണായകമായ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. കേരള കോൺഗ്രസ് എം മുന്നണി വിടില്ല, LDF വിടില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. ജോസി, ഇനിയിപ്പോൾ കുറച്ച് സമയമേ ഉള്ളൂ വാർത്താ സമ്മേളനത്തിന്. നിർണായകമായ വാർത്താ സമ്മേളനം ഉറ്റുനോക്കുകയാണ് ഏവരും. എന്ത് പ്രഖ്യാപനമായിരിക്കും നടത്തുക? ഈ മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിലപാട് ഇന്ന് തന്നെ ജോസ് കെ മാണി അറിയിക്കുമോ? ദിവ്യ, വാർത്താ സമ്മേളനം അല്പം വൈകും. ജോസ് കെ മാണി പാലായിൽ നിന്നും കോട്ടയത്തേക്ക് തിരിച്ചതേ ഉള്ളൂ. അവിടെ ചില സ്വകാര്യ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതുള്ളതിനാൽ 11:30 വാർത്താ സമ്മേളനം തുടങ്ങില്ല. അല്പം കൂടി വൈകുമെന്നിപ്പോൾ കേരള കോൺഗ്രസ് മീഡിയ വിഭാഗം അറിയിക്കുന്നുണ്ട്. എന്തായാലും കേരള കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള നിർണായകമായ തീരുമാനങ്ങൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചർച്ചകൾ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് മാണി വിഭാഗം മുന്നണി വിട്ട് UDFിലേക്ക് തിരികെ പോകുമെന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങൾ ശക്തമായിരുന്നു. അത് സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ ജോസ് കെ മാണി ഫേസ്ബുക്കിൽ കുറിച്ചെങ്കിലും അതിലും ചില അവ്യക്തതകൾ നിലനിന്നിരുന്നു, ചില തിരുത്തലുകൾ ഉണ്ടായി. ഇതൊക്കെയാണ് ആശയക്കുഴപ്പത്തിന് കാരണമായത്. കൂടാതെ പാർലമെന്ററി പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്ന ആ ഭിന്നതയും അതും ജോസ് കെ മാണി മടങ്ങിപ്പോക്കുക എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. എന്നാൽ ഔദ്യോഗികമായ ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് കോൺഗ്രസ് നേതൃത്വവും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി വിഭാഗവും അറിയിക്കുമ്പോഴും വലിയ രീതിയിലുള്ള സമ്മർദ്ദം കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതൃത്വത്തിനുണ്ട്, ജോസ് കെ മാണിക്കുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് തോൽവി, സഭയുടെ സമ്മർദ്ദമടക്കമുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട പ്രതിസന്ധി പാർലമെന്ററി പാർട്ടിയിലെ പാർലമെന്ററി പാർട്ടിയിൽ പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ കൃഷികൃഷ്ണൻ, പ്രമോദ് നാരായണൻ അടക്കമുള്ളവർ LDF വിടേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തുകയും അത്